അത് തന്നെ ചെറുപ്പക്കാരന്റെ ദൗർബല്യം. فلولا ثلاث هن من عيشة الفتى وجديك لما حفل متى قام عبدي എന്ന് അല്ലാഹുവിന്റെ റസൂൽ പോലും ജനിക്കുന്നതിന് മുൻപ് മരണപ്പെട്ട 19കാരനായ ത്വറഫത്ത് എന്ന മഹാകവിയാണ് പറഞ്ഞതെങ്കിൽ കഅബത്തിൽ തൂക്കപ്പെട്ടതായ കില്ലയിൽ തൂക്കപ്പെട്ട ഏറ്റവും ശക്തമായ അവാർഡിനർഹമായ കവിതയുടെ കർത്താവ് ത്വറഫ 19 വയസ്സായ ചെറുപ്പക്കാരനായപ്പോ കൊല്ലപ്പെട്ട കവി. ആ കവിയുടെ സുദീർഘമായ കവിത അറബ് സാഹിത്യം പഠിക്കാൻ എന്നും അവലംബ ഗ്രന്ഥമാണ് അൽ മുഅല്ലഖത്തു സാനിയ. ഞാനൊക്കെ അങ്ങനെ പഠിച്ചതാ, അറബ് സാഹിത്യം പഠിക്കാൻ, ഖുർആന്റെ ഭാഷ പഠിക്കാൻ. ഞങ്ങളിത് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു ഉന്നത അറബി കോളേജുകളിൽ. വലസ്തു ബിഹല്ലാലിത്തിലായി മഖാഫതൻ വലകിൻ മതാ യസ്തർഫിദിൽ ഖൗമു യർഫിദി وإن تبغني في حلقة القوم تلفني وإن تستنقني وإن تقتنصني في الحوانيت تصطدي. 20 വയസ്സായ 19 വയസ്സായ അന്നത്തെ ത്വറഫയുടെ മനസ്ഥിതിയല്ലേ ഇന്നത്തെ ചെറുപ്പക്കാരൻ. ഇവിടത്തെ നടുവക്കാട്ട് മുസ്ലിമീങ്ങളായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാര് കുട്ടികളെ ഉദ്ദേശിച്ച് പറയുകയല്ല ഞാൻ. നമ്മളടക്കമുള്ള സമൂഹത്തിന്റെ നല്ല ഒരു ഭാഗം, നല്ല ഒരു ശതമാനം, വലിയ ഒരു ഭാഗം നമ്മുടെ പ്രദേശത്തടക്കം ചെറിയ ചെറിയ കുട്ടികൾ കുടിക്കുന്നവരല്ലെന്ന് പറയാൻ കഴിയില്ല. കുടിക്കാത്തവരുണ്ടെന്ന് പറയാൻ ശരിക്കും നെഞ്ചത്ത് കൈവച്ചു പറ്റുന്നവർ വളരെ കുറവായിരിക്കും. പണ്ടെങ്കിലും കുടിച്ചില്ല എന്ന് പറയാൻ കഴിയുന്നവർ സമൂഹത്തിൽ വളരെ കുറവായിരിക്കും. അള്ളാഹു നമ്മുടെ സമൂഹത്തെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അന്നത്തെ ചെറുപ്പക്കാരനെ നോക്കി, ഞാനങ്ങനെ മല കയറുന്നവനല്ല, പേടിച്ചോടിച്ചു പോകുന്ന ഏതെങ്കിലും ഗുഹയിൽ പോയി പോകുന്ന പേടിത്തൂറിയല്ല. എന്നെ ആർക്ക് സഹായത്തിന് കിട്ടണോ ഞാൻ അവിടെ ഓടിയെത്തും. ഇങ്ങനത്തെ ഇക്കാര്യത്തിന്റെ മുന്നിൽ ഇത് എല്ലാ സഹായക്കാരും പറ്റിയാ നിങ്ങൾ മനസ്സിലാക്കണ്ട. വിളിച്ചാ സഹായത്തിന് ഓലയാ കിട്ടുക, ഓടി വരാൻ അവരാ കിട്ടുക, കല്യാണം ഭംഗിയാക്കവരാണ്, തക്കാരം ഭംഗിയാക്കവരാണ്, മരിച്ചോടുത്ത് ശരിപ്പെടുത്തവരാണ്, 4 ആൾ കൂടി കൊടുത്ത് ഓവർ ശരിയാക്കുന്നവരാണ്, വാഹനങ്ങളൊക്കെ ശരിക്കും തിരിച്ചുവിടുന്ന അവരാണ്. ഇതാ അയാളും പറയുന്നത്. മനുഷ്യനെപ്പോൾ എന്റെ സഹായം വേണോ ഞാനുണ്ട്. ആർക്കെന്റെ സഹായം വേണോ ഞാനുണ്ട്. എവിടെ എന്റെ സാന്നിധ്യം അറിയണോ ഞാനുണ്ട്. പക്ഷേ ജനസദസ്സുകളിലും സഭകളിലും എന്നെ കാണണോ ഞാനുണ്ട്. ക്ലബുകളിലും മറ്റും എന്നെ കാണണോ ഞാനുണ്ട്. ഇനി അവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ കള്ള് ഷാപ്പിൽ വന്നിട്ട് എന്നെ വേട്ടയാടിയെങ്കിലെങ്കിലും എന്നെ കിട്ടും. ആ വേട്ടയാടുക എന്ന പദം എന്നെ വല വെച്ച് പിടിക്കുന്നെങ്കിൽ ഫിൽ ഹവാനീതി, കള്ള് ഷാപ്പിൽ പോയിട്ട് എന്നെ വല വെച്ച് പിടിക്കണോ, തസ്തദി പിടിക്കാം. ഒന്നുകിൽ കള്ള് ഷാപ്പില് അല്ലെങ്കിൽ ജനസദസ്സില്. അല്ലാതെ മലയിലൊന്നും പോയി കുത്തിരിക്കണ പേടിത്തൂരല്ല ഞാൻ. നിനക്ക് വേണോ അതിരാവിലെ വാ, അതിരാവിലത്തെ ബെഡ് കോഫി ആക്കിയിട്ട് നല്ല നിറച്ച ക്ലാസ് ഞാൻ എനിക്ക് തന്നേക്കാം. വേണ്ടേ വേണ്ട, വേണോ വേണമെങ്കിൽ തരാ. ഫസ്ദദി വീണ്ടും വേണ്ടും വേണോ ഏറ്റിത്തരാ, ആർക്കും തരാ. ഞാനൊരു കുടിയനാണെന്ന് കരുതിയിട്ട് തറവാടില്ലാത്തവനല്ല, കുടുംബമില്ലാത്തവനല്ല, സമ്പന്നനല്ലാത്തവനല്ല, പേര് കേട്ട തറവാട്ടിൽപ്പെട്ടു പറഞ്ഞവനാണ് ഞാൻ. വലിയ വമ്പൻ. ഈ അടുത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു വലിയ മുസ്ലിം ഹാജിയാര്, ജനങ്ങൾ അദ്ദേഹത്തെ വല്ലാതിരിക്കുന്നു. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത്, സ്ഥലമൊക്കെ കൂടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തിരിയും. അപ്പൊ ശരിക്കും ആ കുടുംബത്തിനൊരു കുറച്ചിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ റമദാൻ മാസത്തിന് മരണപ്പെട്ട അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. ദീനീ സംരംഭങ്ങളിൽ മുന്നിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മക്കൾക്ക് മുതൽ കൊടുക്കാൻ വയ്യ. കുടിയന്മാർ, മുഴുക്കുടിയന്മാർ.
എന്നിട്ട് അദ്ദേഹത്തിന്റെ മുതലുകൾ എന്ത് ചെയ്തിരിക്കുന്ന അത്രേ, മരുമക്കളുടെ പേരിലും ആ മരുമക്കൾ എന്ന് പറഞ്ഞാൽ മക്കളെ പെണ്ണുങ്ങളുടെ പേരിലും പേരക്കുട്ടികളുടെ പേരിലും എഴുതി വെച്ചിട്ട് പിതാമഹൻ മരിക്കേണ്ടി വരിക. മക്കൾക്ക് കൊടുക്കാൻ വയ്യ. കുടിയന്മാർ, മുഴുവൻ മക്കൾ കുടിയന്മാർ. പ്രതാപമുള്ളവരാണ്, കഴിവുറ്റവരാണ്, പേര് കേട്ട തറവാടാണ്. നമ്മുടെ നാട്ടിലൊക്കെയും അങ്ങനെ പരിധിയാൽ എത്രയോ പേര് കാണും. എന്നെ നീ തെരഞ്ഞാൽ ഇലാതിറുവത്തിൽ ബൈത്തിൽ കരീമിൽ മുസമ്മദി. ഏവരും ലക്ഷ്യമാക്കുന്ന രാവും വൈകുന്നേരവും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ ശിഖരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഉയർന്ന കുടുംബത്തിലാണ് ഞാൻ പിറന്നത്. പക്ഷേ കുടിക്കാതെ പറ്റൂല, കള്ളുഷാപ്പ് പോകാതെ പറ്റൂല, അല്പം പൂസാകാതെ പറ്റൂല. കുടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൂട്ടുകാര്. വെളുത്ത അപ്സരസ്സുകളായ കൂട്ടുകാരികൾ, നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന അപ്സരസ്സുകളായ കൂട്ടുകാരികൾ. അതാണ് കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ടത്. കൈനത്തു, പാടി രസിപ്പിക്കാൻ നല്ല നർത്തകിയും ഡാൻസ് എടുക്കുന്ന നർത്തകിയും ഞങ്ങളുടെ ക്ലബിലുണ്ട്. ഉന്നത ക്ലബിൽ പോയാൽ, രാത്രി ഉയർന്ന ക്ലബിൽ പോയാൽ, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോയാൽ, ഇനി സ്പാട്ട് സിറ്റികളും മറ്റേ സിറ്റികളും മറിച്ചേ സിറ്റികളൊക്കെ വരുമ്പോ അവിടെയൊക്കെ ഒരുക്കപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയാൽ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ മുതലാളിമാർ തണ്ടിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി യന്ത്രം പോലെ പണിയെടുത്ത് ഗൾഫിൽ നിന്ന് പ്രയാസപ്പെട്ടുണ്ടാക്കി വരുന്ന പണം ചെലവഴിക്കുന്നത് എവിടെയാണെന്ന് കാണാം. ഉപകാരപ്രദമല്ലാത്ത ഏതെല്ലാം ഇങ്ങനെയാണ് നമ്മുടെ പണം പോകുന്നതെന്ന് കാണാം. നമ്മുടെ മാപ്പളക്കാരായ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മാപ്പള മക്കൾ എവിടെയൊക്കെ ദുഷിച്ചുകൊണ്ടാണ് ഈ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച് കളയുന്നത്, പാപ്പരാകുന്നത് എന്ന് കാണാം. ഇത് തന്നെയാ 1400 കൊല്ലം മുമ്പ് റസൂലുള്ള ജനിക്കുന്നതിന് മുമ്പ് അജ്ഞരായിരുന്ന വിദ്യയില്ലാത്ത ജാഹിലിയ്യത്തിലെ ജനതയിലെ സാഹിത്യകാരന്മാർ പറയുന്ന ചിത്രമെങ്കിൽ ആ ചിത്രത്തിൽ നിന്ന് ഒരു വണിയെങ്കിലും അപ്പുറം കടക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. സംസ്കാരം ഒരു ലേശമെങ്കിലും നേടാൻ നമുക്ക് കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞ അത് തന്നെ അന്നും. മിനിസ്കത്തുകൾ ഇട്ടിട്ടും നീണ്ട മാക്സികൾ ഇട്ടിട്ടും ആടാനും പാടാനും രസിക്കാനും രസിപ്പിക്കാനും വേണ്ട തരത്തിലുള്ള പെണ്ണുങ്ങൾ, നർത്തകിമാർ ഞങ്ങൾക്ക് കൂട്ടായി കുടിച്ചു പൂസായാൽ പിന്നെ ഇല്ലേ ഞങ്ങളുടെ ഷാപ്പിൽ. നമ്മളെ ലയൻസ് ക്ലബ്ബുകൾ, നമ്മളെ മറ്റേ ക്ലബ്ബുകൾ, ഉയർന്നവർ പോയി താമസിക്കുന്ന കളിക്കുന്ന സ്ഥലങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ അവിടുത്തായി പറയുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നത് വലിയ ഇന്നത്തെ ഉണ്ടാക്കുന്ന സ്റ്റിഫൊന്നും അല്ല. അത് ശരിയായ ശുദ്ധമായ സുന്ദരികളെ അതിനാക്കി വെച്ചത് പറഞ്ഞിട്ട് പഴയതും പുതിയതുമായ മുതലുകൾ വിറ്റ് തുലച്ച് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും. ഇല്ല അന്തഹമത്തിനിൽ അശീറത്തു കുല്ലുഹാ വൗഫിരിത്തു ഇഫ്റാദൽ ബൈരിൽ മുഅബ്ബദി. ചൊറി പിടിച്ച് വരണ്ട് ഒന്നിനും പറ്റാതായ പരുവത്തിലായ ഒട്ടകത്തെ അകറ്റി പട്ടി തൊട്ട കലം പോലെ മാറ്റി നിർത്തപ്പെടുന്നത് പോലെ കുടുംബങ്ങൾ അകറ്റി, ഉറ്റവരകറ്റി, ഇഷ്ടക്കാരകറ്റി, ഉമ്മയും ബാപ്പയും അകറ്റി, ആർക്കും വേണ്ടാത്തവനായി കഴിയേണ്ടത് വരെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും, അതുവരെ ഞാൻ രമിച്ചുകൊണ്ടിരിക്കും, അതുവരെ ഞാൻ രസിച്ചുകൊണ്ടിരിക്കും, അതുവരെ ഞാൻ വിറ്റു തുലച്ചുകൊണ്ടിരിക്കും എന്ന് 1400 കൊല്ലം മുൻപ്, 14-15 നൂറ്റാണ്ട് മുൻപ് അഷ്റഫുൽ ഖൽഖ് ജനിക്കും മുമ്പ് മരണപ്പെട്ട ത്വറഫ എന്ന ആ ആൾ അന്നത്തെ ജാഹിലിയ്യത്തിലെ ചിന്തയും അദ്ദേഹത്തിന്റെ കവിത അദ്ദേഹം ശരിക്കും ഉൾക്കൊള്ളുന്ന ജീവിതവും വരച്ചു കാണിക്കുന്നുവെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരൻ എത്തിയതും അവിടെ തന്നെ. അവിടുന്നൊരു അടിയാണോ അപ്പുറം പോയിട്ടില്ല. മദ്യം മദിരാക്ഷിന്റെ അപ്പുറത്തിനെന്താ, പിന്നെ എന്താ അതിന്റെ അപ്പുറം ചെറുപ്പക്കാരനെ. ഇതിലൊക്കെ കുടുങ്ങുന്നത് എന്റെ ചെറുപ്പക്കാരെ നിങ്ങളാണ്. കാരണം കഴിവുണ്ട്, കുടിച്ചാ ദഹിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല, ചോദിച്ചാ പറയാൻ കഴിയും. ഒന്നുമില്ലെങ്കിൽ അൻഡവും കുടിച്ചില്ലേ, ഇജൊക്കെ എന്നാടാ നന്നായി എന്നെങ്കിലും വയസ്സന്മാരോട് ചോദിക്കുന്ന കരുതി വയസ്സനം മിണ്ടാൻ വയ്യ. കഴിയോ? കഴിയില്ല. വയസ്സായ ഒരു മനുഷ്യന് കുട്ടികളോട് സംസാരിക്കാൻ വയ്യ. കാരണം വയസ്സായവൻ പറഞ്ഞാൽ കുട്ടി ചോദിക്കും, നിങ്ങളിപ്പെന്ന് എങ്ങനെയൊക്കെ ആയത് ഞമ്മക്കറിയില്ലേ, അന്ന് നമ്മളൊക്കെ എന്ന് വെച്ചാ പാപം ചെയ്യാത്തവൻ കല്ലുരയട്ടെ എന്ന് യേശുക്രിസ്തു പറഞ്ഞ ആ നിലയ്ക്ക് എത്തി നമ്മളെ സമൂഹം. അർത്ഥം എന്റെ ചെറുപ്പക്കാരെ, ഇവിടെയാണ് നിങ്ങൾ തിരുത്തൽ ശക്തിയായി മാറേണ്ടത്.
ഇവിടെയാണ് നിങ്ങളുടെ പ്രതാപം ഉണരേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ ധർമ്മരോഷം ഉണരേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ ആർജവം തെളിയിക്കേണ്ടത്. ഇത്തരം അധർമ്മത്തിനെതിരെ, ഇത്തരം അനീതികൾക്കെതിരെ, ഇത്തരം അരുതായ്മകൾക്കെതിരെ, ഇത്തരം അസാംസ്കാരിക